എങ്ങനെയാ നന്ദി പറയേണ്ടതെന്ന് എനിക്കറിയില്ല മോളെ. ഉറ്റവർക്ക് ആപത്ത് പറ്റിയാലും തിരിഞ്ഞു നോക്കാത്ത കാലോ ആ സ്ഥാനത്താ മോടെ മോള്. അത് വലിയ കാര്യം മോളെ. എത്ര നന്ദി പറഞ്ഞാലും തീരില്ല. അത്രയ്ക്ക് നന്ദി പറയാനൊന്നുമില്ല. ആപത്തിപ്പെടുന്ന ആർക്കു വേണ്ടിയും അവൾ അത് തന്നെ ചെയ്യും. ഈ കുഞ്ഞിനെ കാണുമ്പോ എനിക്കെന്തോ ഒരു അദൃശ്യ ബന്ധമുള്ളതുപോലെ തോന്നിപ്പോവാ. ഞാൻ വിഷ്ണുവിന് കൊടുക്കാം. അവൻ ഇവിടുത്തെ അഡ്രസ്സ് പറഞ്ഞു തരും. ഹലോ മാഡം, ഞാൻ അഡ്രസ്സ് പറയണോ അതോ ഞാൻ മോളെ വീട്ടിലേക്ക് കൊണ്ടുവരണോ? വേണ്ട, ഞാൻ അങ്ങോട്ട് വന്നോളാം. ആ അഡ്രസ്സ് പറഞ്ഞാൽ മതി. എന്നാ അഡ്രസ്സ് പറയാം. ടൗണില് ഗ്രീൻ വാലി അസോസിയേഷൻ റോഡ് അറിയില്ലേ? ഈശ്വര, കുഞ്ഞേച്ചി ഇങ്ങോട്ട് വന്നാലും കുഴപ്പമാവുമല്ലോ. എല്ലാം ഓക്കെ അല്ലേ? കൺഫ്യൂഷൻ ഒന്നുമില്ലല്ലോ? ഇല്ല. ഓക്കെ 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 മാഡം. അങ്ങോട്ട് വെച്ചുതരാം. പപ്പിക്ക് വേറെ ആരൊക്കെയുണ്ട്? പറഞ്ഞോടുകടി. അർജുനങ്ങളുണ്ട്, പ്രീതി ആന്റി ഉണ്ട്, അവരുടെ മകൾ പാറ ചേച്ചി. മോർണിംഗ് വന്നേ. ചെല്ല. ഇതാ ആ അഡ്രസ്സിലുള്ള വീട്. സത്യം എങ്ങനെ പുറത്തേക്ക് കൂട്ടിക്കൊണ്ടുവരും? കുഞ്ഞേച്ചി അകത്തേക്ക് വരാതെ സത്യ എങ്ങനെ കൊണ്ടുപോകും? മോളകത്തുണ്ട്, ഒന്ന് പോയി കൂട്ടിക്കൊണ്ടുവരുമോ? കൊണ്ടുവരാം. പിന്നെ എനിക്കൊരു അർജന്റ് കോള് വരാനുള്ളതുകൊണ്ട് കാറൊന്ന് തിരിച്ചിട്ടേക്ക്. മോള് വരുമ്പോഴേക്കും പോവാലോ. കോളിനിടയിൽ ഒരു ശല്യം ആവണ്ട. ശരി. അതെ, മോളുടെ അമ്മയൊന്ന് കാണണമെന്നുണ്ടായിരുന്നു. ഇതുവരെ കണ്ടില്ലല്ലോ. വിളിക്കാൻ വരുമോ? സത്യമോളെ. ഹായ് ഡ്രൈവർ അങ്കിൾ. ഞങ്ങളുടെ ഡ്രൈവർ അങ്കിളായത്. മോള് വാ. അല്ല, മോളുടെ അമ്മ വന്നില്ലേ? പുറത്ത് കാറിലിരിപ്പുണ്ട്. ഇങ്ങോട്ട് ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ ഒരു അർജന്റ് കോൾ വന്നു. ഓ.
വർഷത്തിനിപ്പുറവും എന്നോടുള്ള പകയും ദേഷ്യമൊന്നും അടങ്ങിയിട്ടില്ല സത്യാമ്മയ്ക്ക്. എന്റെ സ്വപ്നത്തിനിപ്പോഴും സത്യാമ്മയുടെ ചവറ്റുകുട്ടിയില്ല സ്ഥാനം. ശാലിനി വിഷ്ണു IAS. എത്ര വലിയ പദവികൾ ലഭിച്ചാലും ശാലിനിയുടെ ജീവിതത്തിൽ നിന്ന് അടർത്തി മാറ്റാൻ പറ്റാത്തൊരു പേരായത്. അപ്പൊ എല്ലാവർക്കും ബൈ. പപ്പി ബൈ ബൈ. നാളെ സ്കൂളിൽ വെച്ച് കാണാവേ. ബൈ. പോമ്പോളെ ആ വാ. അമ്മേ മോള് വാ. ഞാൻ സഹായിക്കണോ മോനെ? താങ്ക്സ് ഉണ്ട് കേട്ടോ, ഒരുപാട് നന്ദി. താങ്ക്സ് എനിക്കല്ല, ആ മേഡത്തോടാ പറയേണ്ടത്. ആ മേഡോ കാർ നിർത്തിച്ച് മോനെ ഒന്ന് സഹായിക്കാൻ പറഞ്ഞത്. അപ്പോ സത്യയുടെ അമ്മ എന്നെയല്ലേ അന്നും സഹായിച്ചത്? ഒരു നന്ദി പോലും പറയാൻ പറ്റിയില്ലല്ലോ. അയ്യോ. അയ്യോ, വിഷ്ണുവേട്ടൻ പിന്നാലെ പോവാണല്ലോ. ആ കുട്ടിയുടെ അമ്മയൊന്ന് കാണുമല്ലോ. വാ, നമുക്ക് പോകാം. പോ. അയ്യോ, അതെ, ദേ. പോയോ? ശ്ശേ. രക്ഷപ്പെട്ട. സാരമില്ലടാ, പപ്പിയുടെ ഫ്രണ്ടിന്റെ അമ്മയല്ലേ, ഇനി നമുക്ക് കാണാലോ. അല്ല, എന്നാലും നേരിട്ടൊരു നന്ദി വാക്ക് പോലും പറയാൻ പറ്റില്ല. സാരമില്ലടാ. സ്കൂളിൽ നിന്ന് വരാനുള്ള സമയം കഴിഞ്ഞല്ലോ. മോള് വാ. ശാരദാമ്മേ. അമ്മയുടെ ചക്കരക്കൂടെ എവിടെയായിരുന്നു? എവിടെയായിരുന്നു മോളെ ഇത്ര സമയം? ഞാനങ്ങ് പേടിച്ചു പോയി. പുതിയ സ്കൂളല്ലേ, ഇവക്കാണെങ്കിൽ ആരെയും പരിചയവും ഇല്ല. ഞാൻ പപ്പിയുടെ വീട്ടിലായിരുന്നു. എന്തിനാ മോളെ അവിടെ പോയേ? പപ്പിയെ 1-2 പേര് തട്ടിക്കൊണ്ടുപോവാൻ നോക്കി. അയ്യോ, ഞാനാ പോലീസിനെ വിളിച്ച് അവരെ ഓടിച്ചു വിട്ടത്. എന്നിട്ട് പപ്പിയെ വീട്ടിൽ കൊണ്ട് വിട്ടിട്ടാ വരുന്നത്.
മോളെ പപ്പി മോക്ക് ഇത്രയും പ്രശ്നം ഉണ്ടായിട്ട് നീ ഒന്ന് ഫോൺ ചെയ്ത് പറഞ്ഞില്ലല്ലോ. അതിനുള്ളതൊന്നും ഉണ്ടായിരുന്നില്ല അമ്മേ. പ്രശ്നം തീർന്നല്ലോ. ഒരാളെ പിടികൂടി പോലീസ് ചോദ്യം ചെയ്യുന്നുണ്ട്. ഒന്ന് മനസ്സിരുത്തി അന്വേഷിക്കാൻ ഞാൻ അവരോട് പറയാം. പപ്പിയെ തട്ടിക്കൊണ്ടുപോവാൻ നോക്കി കാര്യം എന്തിനാ ശാരദാമ്മയോട് പറയുന്നേ? എന്തിനാ ശാരദാമ്മേ? അത് പറ. പപ്പി എങ്ങനെ ശാരദാമ്മയ്ക്ക് അറിയാവുന്നത്? അത് മോളെ അത് പറയ് ശാരദാമ്മേ. മോളെ, മോളിങ്ങി വന്നേ. മോളെ, അത് പിന്നെ മോളുടെ ഫ്രണ്ടല്ലേ പപ്പി. അപ്പൊ ശാരദാമ്മയ്ക്കും പപ്പി മോളെ പോലെ തന്നെയാ. അതിന്റെ ആശങ്കയാ. പപ്പി ഇന്നല്ലേ എന്റെ ഫ്രണ്ട് ആയത്. അക്കാര്യം ശാരദാമ്മയ്ക്ക് എങ്ങനെ അറിയാം? പറയമ്മേ, പറ. മോളെ, അത് മോള് പപ്പിയെ രക്ഷിച്ചെന്നും പപ്പിയുടെ വീട്ടിൽ പോയെന്നും ഒക്കെ പറഞ്ഞില്ലേ? അപ്പൊ അമ്മയ്ക്കത് മനസ്സിലായതാ. ഓ, അങ്ങനെയാണോ? ശാരദാമ്മ മിടിക്കുകയാണല്ലേ. മോളെ രണ്ടുപേരും ഒരു സ്കൂളിലാണോ? എന്നിട്ട് എന്താ ഉണ്ടായത്? ഹോ, ഈ ശാരദാമ്മയുടെ ടെൻഷൻ പപ്പി പോലും ഇത്രയും പേടിച്ചില്ലല്ലോ. പപ്പിയുടെ വീട്ടിൽ നിന്ന് അമ്മ വന്നതിന് കൂട്ടിക്കൊണ്ടുവന്നു, അത്രേ ഉള്ളൂ. നീ അകത്ത് തീർച്ചെന്നോ? അല്ല, അമ്മയല്ല, ഡ്രൈവറിന്റെ അകത്ത് വന്നത്. പപ്പിയുടെ വീട്ടിൽ എത്ര പേരാന്നറിയോ? അച്ഛമ്മ, അച്ഛൻ, അമ്മ, അച്ഛൻ, വല്യച്ഛൻ, അങ്കിൾ, ആന്റി, ആന്റിയുടെ മോള്. പപ്പിയുടെ അച്ഛമ്മനെ മടിയിലിരുത്തി. ദേ ഈ കവളത്ത് ഉമ്മയും തന്നു. എന്നോട് വിശേഷങ്ങളൊക്കെ ചോദിച്ചു. പിന്നെ ശാരദാമ്മയ്ക്ക് അറിയോ, പപ്പിയുടെ വല്യച്ഛനിപ്പോ എന്റെ ഫ്രണ്ടാ, ബിഗ് ഫ്രണ്ട്. പപ്പിയുടെ അച്ഛമ്മയും വല്യച്ഛനും ഒക്കെ അമ്മയോട് ഫോണിൽ സംസാരിച്ചു. എന്നെ അമ്മയെ പറ്റിയൊക്കെ ഒരുപാട് നല്ലത് പറഞ്ഞു. പപ്പിയെ സ്നേഹിക്കാൻ അവിടെ എത്ര പേരാന്നറിയോ? അവരെനിക്ക് ചോക്ലേറ്റും ഫ്രൂട്ട്സും ജ്യൂസും ഒക്കെ തരാൻ മത്സരിക്കുമായിരുന്നു. എന്നിട്ട് മോളത് വാങ്ങിച്ചോ? ഇല്ല, അന്യരുടെ കയ്യിൽ നിന്നൊന്നും വാങ്ങലെന്നല്ലേ അമ്മ പറഞ്ഞിരിക്കുന്നത്. അതിന് അന്യ വീടല്ലല്ലോ മോളെ. അന്യരുടെ വീടല്ലേ? അത് ഓ, ഇപ്പൊ മനസ്സിലായി. എന്റെ ഫ്രണ്ടിന്റെ വീടായോണ്ട് എനിക്കത് അന്യ വീടല്ലെന്ന് പപ്പിയുടെ അമ്മ പറഞ്ഞായിരുന്നു. അപ്പൊ ശ്യാമയെ ഇവള് കുഴപ്പിച്ചു. ഇനി അവിടെ പോകുമ്പോഴേ അവര് തരുന്നതെല്ലാം മോള് വാങ്ങിച്ചു കഴിച്ചു. ഒരു കുഴപ്പമില്ല. സ്നേഹിക്കാൻ അവിടെ എത്ര പേരാ ഉള്ളേ. പിന്നെയും പിന്നെ അവിടെ പോവാൻ തോന്നുവാ. എനിക്കാണെങ്കിൽ ഒരു അമ്മയും മുത്തശ്ശനും മുത്തശ്ശി. മോളെ, ഇനി വാ. മോള് ഷാരി ആന്റിയെ കണ്ടില്ലേ? ആന്റി ഇവിടെ ഇല്ലല്ലോ. അച്ഛനും അച്ഛമ്മയൊക്കെ എവിടെയാ അമ്മേ? അവരൊക്കെ വരും മോളെ. എപ്പോഴും ഇത് തന്നെയല്ലേ പറയുന്നേ? എപ്പ വരൂന്ന് പറയേ. മോളെ വരൂന്ന് പറഞ്ഞില്ലടാ. മോള് സമാധാനായിട്ടിരിക്കെ. ഹേ ഓൾഡ് ലേഡി, ഞാൻ എന്റെ അമ്മയോടല്ലേ സംസാരിക്കുന്നത്. നിങ്ങൾ എന്തിനാ അതിന്റെ ഇടയിൽ കയറുന്നേ?
മോളെ അമ്മേ, എന്താ അമ്മ ഒന്നും മിണ്ടായിരിക്കുന്നത്? മോൾക്ക് എന്താ വേണ്ടേ? അച്ഛമ്മ ഇല്ലെങ്കി വേണ്ട. അച്ഛൻ എപ്പോ വരുമെന്ന് പറ. മോളെ അത് പറയമ്മേ. അത് അത് നാളെ നാളെ വരും. സത്യം? അച്ഛൻ നാളെ വരുമല്ലോ. മുത്തശ്ശ, മുത്തശ്ശ അറിഞ്ഞോ? എന്റെ അച്ഛൻ നാളെ വരുന്നു. അപ്പൊ എനിക്ക് എന്റെ അച്ഛനെ കാണാലോ. ഉമ്മ, അച്ഛൻ വരുന്നേ. ശാരദാമ്മയ്ക്ക് അറിയോ, പപ്പിയുടെ വലിയച്ഛനിപ്പോ എന്റെ ഫ്രണ്ടാ, ബിഗ് ഫ്രണ്ട്. പപ്പിയെ സ്നേഹിക്കാൻ അവിടെ എത്ര പേരാന്നറിയോ? അച്ഛനും അച്ഛമ്മയൊക്കെ എവിടെയാ അമ്മേ? അമ്മ ഇതെവിടെ പോയി? സത്യേ, മോളെ സത്യേ. എന്താ അമ്മേ? നമുക്ക് കഴിക്കാം. അമ്മമ്മ എവിടെ കഴിക്കാൻ? അമ്മമ്മയല്ലേ ഭക്ഷണം എടുത്തു വെക്കുന്നത്? ആ, എനിക്കറിയില്ല, ഞാനൊന്നും ചോദിച്ചില്ല. വലുതും ചോദിക്കാനുണ്ടെങ്കിൽ നീ തന്നെ പോയി ചോദിക്ക്. ഞാൻ ചോദിക്കാം. ശാരദാമ്മേ, എന്തു പറ്റി ശാരദാമ്മയ്ക്ക്? എനിക്കെങ്ങനെ അറിയാം? ശാരദാമ്മയ്ക്കല്ലേ അറിയൂ. ഞാൻ പറഞ്ഞ ശാരദാമ്മയ്ക്ക് ഫീൽ ചെയ്തോ? ആ, എന്തോ എനിക്കറിയില്ല, നീ തന്നെ ചോദിക്ക്. ഞാൻ ഓൾറെഡി വിളിച്ചതാണോ പ്രശ്നം? സോറി ശാരദാമ്മേ. അയ്യോ, മോളെന്തിനാ സോറി പറയുന്നേ? ഞാൻ ശാരദാമ്മ ഓൾറെഡി വിളിച്ചില്ലേ? സോറി ശാരദാമ്മേ. അതിനെന്തിനാ മോളെ സോറി? ഞാൻ ഓൾഡ് ലേഡി തന്നെ അല്ലേ? ഓൾഡ് ഈസ് ഗോൾഡ് എന്നാ ഞാൻ പൊന്നേന്നാ ശാരദാമ്മയെ വിളിച്ചത്. സ്വർണത്തിനൊക്കെ ഇപ്പൊ എന്താ വില? ഓ, മോക്ക് പപ്പിയുടെ വീടാ ഇഷ്ടമെന്നല്ലേ പറഞ്ഞത്? അവിടെയാണെങ്കിൽ എല്ലാരും ഉണ്ടല്ലോ. അച്ഛമ്മയും അച്ചച്ചനും വല്യച്ഛനും അച്ഛൻ, അമ്മ, ആന്റി, അങ്കിള്, അങ്കിളിന്റെ മോള് എല്ലാരും ഉണ്ട്. ഓ, മോള് പൊയ്ക്കോ, എവിടാന്ന് വെച്ചാ പൊയ്ക്കോ. ഇവിടെ ആണെങ്കിൽ അഴകി തുരുമ്പെടുത്ത ഈ ശാരദാമ്മ മാത്രമല്ലേ ഉള്ളൂ. ഓ, അതിനെ ആർക്ക് വേണം? പൊയ്ക്കോ, എങ്ങോട്ടാന്ന് വെച്ചാ പൊയ്ക്കോ, എനിക്കാരും വേണ്ട. പറക്കമുറ്റാത്ത പ്രായത്തില് 3 മക്കളെയും കൊണ്ട് ഭർത്താവ് തെരുവിലേക്ക് ഇറക്കി വിട്ടത്. അന്ന് പതറിയിട്ടില്ല.
പിന്നെ ഒരു വിധത്തിൽ കര പറ്റിയെന്ന് തോന്നിയപ്പോ 6 വർഷം തമിഴ്നാട്ടില്. അമ്മേ ആ.